നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇറാന്റെ പതനം പൂർണ്ണമാക്കിക്കൊണ്ട് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തുന്ന ആക്രമണം അതിഭീകരമായ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാണെന്ന് അറിയിച്ചുവെങ്കിലും ഇനി അതിന് സമയമില്ല, എല്ലാം വൈകിപ്പോയി എന്ന കർക്കശമായ മറുപടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം, വ്യോമസേന, നാവികസേന, നേതൃത്വം എന്നിവ തകർക്കപ്പെട്ടുവെന്ന് US പ്രസിഡന്റ് പറഞ്ഞു. അവർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചു. എന്നാൽ ഇനി എല്ലാം വൈകിപ്പോയി എന്നാണ് ഞാൻ മറുപടി നൽകിയതെന്ന് അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇറാനിയൻ നേതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം അവരുമായി ചർച്ച നടത്താൻ താൻ സമ്മതിച്ചിട്ടുണ്ടെന്ന കഴിഞ്ഞ ഞായറാഴ്ചത്തെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പുതിയ പരാമർശം. അതേസമയം പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ നിലവിലെ സാഹചര്യം പ്രയോജനപ്പെടുത്തി ഭരണകൂടത്തെ താഴെയിറക്കാൻ 79-കാരനായ റിപ്പബ്ലിക്കൻ നേതാവ് ഇറാൻ ജനതയോട് ആഹ്വാനം ചെയ്യുന്നത് തുടരുകയാണ്. ഇറാന്റെ മിസൈൽ സംവിധാനങ്ങളും നാവികസേനയും ആണവ നിലയങ്ങളും പൂർണ്ണമായി തകർക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. യഥാർത്ഥ വലിയ തരംഗം വരാനിരിക്കുന്നതേയുള്ളൂ എന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് ലോകത്തെ നടുക്കുകയാണ്. നേരിട്ടുള്ള സൈനിക നീക്കം ആവശ്യമായി വന്നേക്കില്ലെന്ന് ട്രംപ് ചൊവ്വാഴ്ച ന്യൂസ് നേഷൻ മാധ്യമപ്രവർത്തക കെല്ലി മേയർ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലെ US എംബസിക്ക് നേരെയുണ്ടായ ആക്രമണത്തിനും അമേരിക്കൻ സൈനികരുടെ മരണത്തിനും ഉടൻ തന്നെ തിരിച്ചടി നൽകുമെന്ന് ട്രംപ് വ്യക്തമാക്കി. തിങ്കളാഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരം 6 US സൈനികരാണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. നേരിട്ടുള്ള സൈനിക നീക്കത്തിന്റെ കാര്യത്തിൽ തനിക്ക് ആശങ്കകളൊന്നും ഇല്ലെന്ന ട്രംപിന്റെ നേരത്തെയുള്ള അവകാശവാദത്തിൽ നിന്നുള്ള ഒരു മാറ്റമാണ് ഈ പ്രസ്താവന. ശനിയാഴ്ച ഇറാനിൽ ആക്രമണം നടത്തിയ ശേഷം ന്യൂയോർക്ക് പോസ്റ്റിനോട് ട്രംപ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എല്ലാ പ്രസിഡന്റുമാരും പറയും സൈന്യത്തെ നേരിട്ട് ഇറക്കില്ലെന്ന്, എന്നാൽ ഞാൻ അങ്ങനെ പറയുന്നില്ല. ഒരുപക്ഷെ അതിൻ്റെ ആവശ്യം വരില്ലായിരിക്കാം, എന്നാൽ അത്യാവശ്യമെങ്കിൽ സൈന്യത്തെ ഇറക്കും എന്നായിരുന്നു വാക്കുകൾ. ഇറാന്റെ മുൻ പ്രതിരോധ മന്ത്രി അമീർ നസീർസാദെ കൊല്ലപ്പെട്ടതിന് പിന്നാലെ താൽക്കാലിക ചുമതലയേറ്റ മജിദ് ഇബ്നു അൽ റസയും US ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇറാൻ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാന്റെ അതീവ സുരക്ഷയുള്ള ലീഡർഷിപ്പ് കോമ്പൗണ്ട് തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഇറാന്റെ ഉന്നത നേതാക്കൾ ഒത്തുകൂടിയിരുന്ന പ്രധാന കമാൻഡ് സെന്റർ ഇസ്രായേൽ വ്യോമസേന തകർത്തു. ഇറാൻ തൊടുത്തുവിട്ട 186 മിസൈലുകളിൽ ഭൂരിഭാഗവും UAE തകർത്തെങ്കിലും ആക്രമണങ്ങളിൽ 3 പേർ കൊല്ലപ്പെടുകയും 68 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി UAE മന്ത്രാലയം അറിയിച്ചു. ടെഹ്റാനിലെ ഗാന്ധി ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. അമേരിക്കയുടെ 5 ആഴ്ച നീളുന്ന സൈനിക നടപടിയിൽ ഇതിനോടകം 100 കണക്കിന് പേർ ഇറാനിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ പൗരന്മാരോട് ഉടൻ തന്നെ പശ്ചിമേഷ്യ വിടാൻ US അംബാസിഡർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുദ്ധം ഇനിയും കടുക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അതിനിടെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ മധ്യ ഇസ്രായേലിലെ വിവിധ ഇടങ്ങളിലായി 7 പേർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ടെൽ അവീവിന് കീഴിലുള്ള ബെനൈ ബ്രാക്കിലും അതിന് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന റോഷ് ഹൈൻ നഗരത്തിലുമാണ് സംഭവം നടന്നത്. മിസൈലുകൾ പതിച്ചും അവയുടെ അവശിഷ്ടങ്ങൾ വീണും കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും പലയിടത്തും തീപിടുത്തം ഉണ്ടാവുകയും റോഡുകൾ തകരുകയും ചെയ്തതായി ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു. അതിനിടെ കുർദിസ്ഥാനിലെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ തകർത്തെന്നും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമാക്കി. ഇറാനിലേക്ക് നുഴഞ്ഞു കയറാനും രാജ്യത്തിനകത്ത് ആക്രമണങ്ങൾ നടത്താനും പദ്ധതിയിട്ട ഗ്രൂപ്പുകളുടെ കേന്ദ്രങ്ങളാണ് തകർത്തതെന്ന് IRGC പ്രസ്താവനയിലൂടെ അറിയിച്ചു. എന്നാൽ ഇറാഖി കുർദിസ്ഥാൻ അധികൃതർ ഈ ആക്രമണത്തോട് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല.